ഹലോ മക്കളെ, എല്ലാവരും എങ്ങനെയുണ്ട്? ഈ കാണുന്നത് കിരിണിപ്പഴം എന്നാ ഇതിന് പേര്. നാട്ടിൽ എന്താ പേരെന്ന് ഇതിനെ അറിയില്ല. ഇത് ചെറുതായി കഷ്ണമാക്കിയിട്ട് മിക്സി ജാറിന് ഇടണം. ചെറുതായി കഷ്ണമാക്കിയിട്ടെങ്കിൽ മാത്രമേ ഇത് നല്ല അരഞ്ഞ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അത് അങ്ങനെ കഷ്ണം പോലെ ഇരിക്കും. നമ്മൾ അരച്ചെടുത്താലും അതിന് ചെറിയ കഷ്ണങ്ങൾ കാണും, പിന്നെ അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകം അരിയുമ്പോൾ ശ്രദ്ധിച്ച് ചെറുതാക്കി അരിഞ്ഞിടണം. എന്നിട്ട് ഇത് അരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ ലേശം പഞ്ചസാര, മധുരത്തിന് ആവശ്യമുള്ളത് ഇടുക. പഞ്ചസാര ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കൂടെ ലേശം പാല് കാച്ചരുത്, പച്ചപ്പാൽ തന്നെ ഒഴിക്കണം. പച്ചപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് നല്ല ഇത് അരച്ചെടുക്കണം. മിക്സിനകത്തിട്ട് നന്നായിട്ട് നല്ല അരയ്ക്കണം. എന്നിട്ട് നല്ല അരച്ചെടുത്തതിന് ശേഷം ഇപ്പം അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിൽ വെക്കുക. ഇത് ഫ്രീസറിൽ എന്താ വെക്കാൻ കാരണം എന്ന് പറഞ്ഞ് നമുക്ക് ഐസ് ഇടാൻ പാടില്ല. അതുകൊണ്ടാണ് അതങ്ങനെ ഇട്ടിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഇതപ്പോൾ എടുത്ത് പുറത്ത് വെച്ചു. ഇപ്പോൾ നമുക്ക് നല്ല കിർണി ജ്യൂസ് റെഡിയായി.